പക്ഷെ ഒരു കാര്യം വി ഡി സതീശന് പോസിറ്റീവായിട്ടുള്ളത്, വി ഡി സതീശൻ ഈ തെരഞ്ഞെടുപ്പിന്റെ ചുക്കാൻ പിടിച്ചതോടുകൂടി മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാണ് എന്നൊരു പ്രതീതി പറവൂർ മണ്ഡലത്തിലുണ്ട്. അത് ആ പറവൂർ മണ്ഡലത്തിലെ വോട്ടർമാർ എടുത്തിട്ടുണ്ടെങ്കിൽ വി ഡി സതീശന് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അതല്ലെങ്കിൽ SNDP പിണങ്ങി നിൽക്കുന്ന സാഹചര്യത്തിൽ, NSS പിണങ്ങി നിൽക്കുന്ന സാഹചര്യത്തിൽ, സഭാ വോട്ടുകൾ നിർണായകമായ മണ്ഡലത്തിൽ വി ഡി സതീശൻ വ്യക്തിപരമായി ഉണ്ടാക്കിയ ബന്ധങ്ങളും MLA എന്ന നിലയിൽ ഉണ്ടാക്കിയ ബന്ധങ്ങളെയും തമ്മിലാണ് ഏറ്റുമുട്ടൽ നടക്കാൻ പോകുന്നത്. അതിനിടയ്ക്ക് ടൈസൺ മാസ്റ്റർ വരുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ നമുക്ക് നൽകിയ അഭിമുഖത്തിൽ ചിരി ചിരിച്ചു. ആ ചിരി വല്ലാത്തൊരു ചിരിയായിരുന്നു. അദ്ദേഹത്തിന് നില ഭദ്രമാണോ എന്നാണ് ചിരിച്ചത്. എന്തായാലും അത് എന്താണ് എന്നുള്ളത് തിരിച്ചറിയാം. പക്ഷെ ഞാൻ കരുതുന്നത് അത്ര വലിയ രീതിയിലുള്ള ഒരു വെല്ലുവിളി വി ഡി സതീശൻ ആ മണ്ഡലത്തിൽ നേരത്തെ പറഞ്ഞത് ഈ മുഖ്യമന്ത്രി ആകാൻ പോകുന്ന അനുഭാവപൂർവമായ സത്യമായി നമ്മൾ പറയണല്ലോ. സതീശൻ ഇപ്പൊ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊന്നും ഇപ്പൊ 2006 തെരഞ്ഞെടുപ്പും 2001 തെരഞ്ഞെടുപ്പുമായി ചില വിവാദങ്ങളുണ്ടായി, ശരിയാണ്. പക്ഷേ ഈ അടുത്ത കാലത്ത് ഈ പറയുന്ന സഭകളുമായോ അല്ലെങ്കിൽ NSSമായോ ഒക്കെയുള്ള ബന്ധം അത്ര ഊഷ്മളമായിട്ടൊന്നും നിന്നിട്ടില്ല. അതാണ് വി ഡി സതീശനോടുള്ള NSSന്റെ അടക്കം പരിഭവത്തിന്റെയും കാരണം. അപ്പോ അവിടെ നിന്ന് മാത്രം കിട്ടുന്ന വോട്ടുകൾ എന്നൊന്നും സതീശന്റെ വോട്ടുകളെ വിചാരിക്കേണ്ടതില്ല.